CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിർണായക വിധിയെഴുത്തിനു ശേഷവും ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ലെന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. വോട്ട് രേഖപ്പെടുത്തി ചൂണ്ടുവിരലിലെ മഷിയുണങ്ങും മുമ്പ് ന്യൂ ജനറേഷൻ ഓടിയത് സെൽഫി കോർണറിലേക്ക്. പൊന്നിയൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിലാണ് പുതുതലമുറ വോട്ടർമാരെ ലക്ഷ്യമിട്ട് സെൽഫി കൗണ്ടർ സജ്ജീകരിച്ചിരുന്നത്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ഒരു കാർ പൂർണ്ണമായും ഒരു കാർ ഭാഗികമായും കത്തിനശിച്ചു. ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ടിന് സമീപമുള്ള ഇൻഡസ് മോട്ടോഴ്സിൽ രാത്രി 7:30 തീപിടുത്തമുണ്ടായത്. തൃത്താലയിൽ 12 വയസ്സുകാരനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാമിസാണ് മരിച്ചത്. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ സ്നേഹകൂടാരം ദശദിന ക്യാമ്പിന് തുടക്കമായി. കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട 2 പേരെ ചങ്ങരംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി പിടികൂടി. പൊന്നിയൂർകുളം പൊന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നാട്ടുതാലം ചൊവ്വാഴ്ച ആഘോഷിക്കും. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2004-05 SSLC സംസ്കൃതം ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവാധ്യാപകരെ ആദരിച്ചു. പൊന്നിയൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം മെയ് 8, 9, 10 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുണ്ടന്നൂർ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധനയും നേത്രപരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പൊന്നിയൂർകുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിൽ പ്രവേശനോത്സവവും ആദരചടങ്ങും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുമിറ്റക്കോട് പെരിങ്ങന്നൂരിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കുറ്റിയിൽ വാരിയം വീട്ടിൽ 63 വയസ്സുള്ള രവീന്ദ്രന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകി ദ്രവിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.